ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ ഫലമാണ് പറയുന്നത്. ജൂൺ മാസത്തിൽ ധനു രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. ധനു രാശിക്കാർക്ക് ചാരവശാൽ തന്നെ 3-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അനുകൂല ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, 4-ൽ രാഹു, 5-ൽ ചൊവ്വ, 6-ൽ സൂര്യൻ, ബുധൻ, വ്യാഴം, ശുക്രൻ, അതായത് 10-ൽ കേതു. ഇതാണ് സൂര്യചാരവശാൽ ഇവർക്ക് ചിന്തിക്കുമ്പോൾ വളരെ ഗുണാധിക്യപരമായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ കൂടുതലായി കാണുന്നുണ്ട്. ഗവൺമെൻറ് തലത്തിലുള്ള പലവിധ അംഗീകാരങ്ങളും, ഗവൺമെൻറ് തലത്തിൽ കിട്ടാനുള്ള യോഗ്യതകളും, ഗവൺമെൻറ് തലത്തിൽ കിട്ടാനുള്ള ജോലികളും, ഗവൺമെൻറ് തലത്തിൽ കിട്ടാൻ ലോണുകളും, മറ്റുള്ള കാര്യങ്ങളും, പേപ്പർ വർക്കുകളും മറ്റുള്ളതും എല്ലാം കിട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ആരോഗ്യപരമായിട്ടുള്ള ഗുണമേന്മകൾ കാണുന്നുണ്ട്. ആസ്പത്രിവാസങ്ങൾ അല്ലെങ്കിൽ ആസ്പത്രി സംബന്ധമായിട്ടുള്ള ചികിത്സകൾ എന്നിവയെല്ലാം അനുകൂല ഭാവത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. ധനുരാശി എന്ന് പറയുന്ന സമയത്ത് മൂലം, പൂരാട, ഉത്രാടത്തിൻ്റെ അവസാനത്തെ ആദ്യത്തെ കാൽഭാഗം കൂടി ചേർന്ന രാശിയാണ് ധനുരാശി എന്ന് തന്നെ പറയാം. മകരൻ രാശി 2-ാം ഭാവത്തിന് ചിന്തിക്കുമ്പോൾ 2-ാം ഭാവാധിപൻ ആ ഭാവത്തിൽ നിന്ന് 2-ാം ഭാവത്തിൽ തന്നെ നിൽക്കുന്ന കാരണം ധനാഭിവൃദ്ധി, ധനകുടുംബത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, കുടുംബത്തിന് ഐശ്വര്യം, അഭിവൃദ്ധി, ധനാഗമങ്ങൾ, വാക്ക് ഐക്യങ്ങൾ എന്നിവ വരുവാനുള്ള സാധ്യത, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യതയിൽ പോകാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. ഭവന നിർമ്മാണം മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ ചെലുത്തുന്നവർക്ക് പാഴ്ചെലവ് ചിലവാകാതെ വളരെ ശ്രേഷ്ഠപരമായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. പാഴ്ചെലവ് വരാതെ നോക്കണം. അതുപോലെ ഭവന നിർമ്മാണത്തിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ശ്രദ്ധ കുറച്ച് കൂടുതലായി കൊടുക്കണം. ചില ഭാഗങ്ങളെല്ലാം ചില പൊളിച്ച് പണിയേണ്ട അവസ്ഥകളെല്ലാം വരും. അത് കാരണം അവർ പണിയെടുക്കുന്നവരെ ശ്രദ്ധിച്ച് പണിയെടുപ്പിക്കാൻ പറയണം എന്നുള്ളതൊക്കെ പറയണത്. അതുപോലെ സന്താനങ്ങളുടെ മേൽ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ വേണ്ടി വരും എന്നാണ് പറയുന്നത്. സന്താനങ്ങളെ നേർവഴി കൊണ്ടുപോവുക, അതുപോലെ സന്താനങ്ങളുടെ മേലെ ഒരു ശ്രദ്ധ വരുത്തുക, സന്താനങ്ങളെ സൂക്ഷിക്കുക. അതായത് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ വളരെ സൂക്ഷിക്കുക, വീഴാതെയും മറ്റുള്ളവരെയും. അതുപോലെ തന്നെ ജലദോഷ സംബന്ധമായിട്ടുള്ള ചില കഫക്കെട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെല്ലാം വരാതിരിക്കാനുള്ള ശ്രദ്ധകളെല്ലാം പതിക്കുക എന്നാണ് പറയുന്നത്. അനാരോഗ്യ പ്രശ്നങ്ങൾ പൊതുവെ അവനവനെ കാണുന്നില്ല എന്ന് തന്നെ പറയാം. കടബാധയിൽ നിന്നെല്ലാം കുറച്ചൊരു മോചനം നേടുവാനും അല്ലെങ്കിൽ അതിനൊരു തീർപ്പ് വരുവാനുള്ള സാധ്യതകൾ ഈ മാസത്തിൽ തെളിഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ഓരോരോ ചുവട്ടുപടികൾ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ലെവലാണ് കാണുന്നത്. ഗവൺമെൻറ് തലത്തിൽ തന്നെ ചില ആനുകൂല്യങ്ങളെല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ കിട്ടുവാനുള്ള വിഹിതങ്ങളെല്ലാം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബ സ്വത്തുക്കളിൽ നിന്നും എന്തെങ്കിലും കിട്ടുവാനുണ്ടെങ്കിൽ ആ കുടുംബ സ്വത്തുക്കളെല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കൊടുത്ത ധനങ്ങളെല്ലാം തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകൾ ഈ മാസം കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ തിരിച്ചടവുകൾ, ലോണുകൾ, അങ്ങനെ ചില മൈക്രോ ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള ഇടപാടുകളെല്ലാം പെട്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധാകുലരായിട്ട് ഈ മാസം അതിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നോക്കിയെടുക്കണം എന്ന് പറയുന്നത്. നാശനഷ്ടങ്ങൾ പൊതുവെ കുറഞ്ഞു വരുന്നതായി കാണുന്നുണ്ട്. അനാരോഗ്യ പ്രശ്നങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. വരില്ല, എന്നിരുന്നാലും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഭാഗ്യ സൂക്തം ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് മൂലം ഭാഗ്യ കടാക്ഷം വന്ന് തെളിയുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. കർമ്മ മേഖല പുരോഗതി, അതായത് തൊഴിൽ മേഖല പുരോഗതി ഉണ്ടാകും. തൊഴിൽ ഇഷ്ടമായി വരുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ സംബന്ധമായിട്ട് മേൽക്കോയ്മ വരുന്നതിനുള്ള സാധ്യതയും, തൊഴിൽ സംബന്ധമായിട്ടുള്ള വിജയങ്ങൾ കരസ്ഥമാക്കുവാനും, പുതിയ മേഖലകൾ കണ്ടുപിടിക്കുവാനും, പുതിയ ബിസിനസ്സിനെ പറ്റി ആലോചിക്കുവാനും അല്ലെങ്കിൽ തുടങ്ങി വയ്ക്കുവാനും അതിനെപ്പറ്റി ആലോചിക്കുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ സംബന്ധമായിട്ടുള്ള ജോലികളെല്ലാം തരപ്പെടുവാനും അല്ലെങ്കിൽ വിദേശത്തേക്ക് നിക്ഷേപിക്കുവാനുള്ള ധനത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നതിൽ വിജയം കൈവരിക്കുവാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം അനുകൂലപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ അലോപ്പതി സംബന്ധമായിട്ടുള്ള മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളും മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നാവികസേന, വ്യോമസേന എന്നീ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ജവാന്മാർക്കും മിലിറ്ററിക്കാർക്കും കരസേനയായിരിക്കും അവർക്കെല്ലാം ഉചിതകരമായിട്ടുള്ള നേട്ടങ്ങൾ വരുവാനുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ചില തടസ്സങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനായിട്ട് മഹാവിഷ്ണു പ്രീതി വരുത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വളരെ ഉത്തമമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കുവാനായിട്ട് മഹാവിഷ്ണുവിനെ തന്നെ പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ വിവാഹം നിശ്ചയിച്ചു വച്ചിരിക്കുന്നവരെല്ലാം
മഹാവിഷ്ണു പ്രീതി നന്നായിട്ട് മഹാവിഷ്ണുവിനെ നന്നായി ഭജിക്കുകയും ശ്രീ ഗുരുവായൂരപ്പനെ മനസ്സിൽ പ്രാർത്ഥിക്കുകയും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയും ശ്രീ വിഷ്ണു സഹസ്രനാമ ജപം നടത്തുകയും ലളിത സഹസ്രനാമ ജപം നടത്തുകയും എല്ലാം ചെയ്യുന്ന പക്ഷം നേട്ടങ്ങളുണ്ടാവും. രാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. അതുപോലെ കലാകായിക മേഖല, സിനിമാ മേഖലയിൽ പഠിക്കുന്നവർക്കെല്ലാം കുഴപ്പമില്ലാത്തൊരു സമയമാണ്. അതുപോലെ തന്നെ ചില കുതന്ത്രങ്ങൾ പണയുന്ന ചില രാഷ്ട്രീയക്കാർക്ക് ഗുണമേന്മകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യം ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യസൂക്തം ചെയ്യുന്നത് പോലെ ഭാഗ്യം തെളിഞ്ഞു വരുവാനുള്ള സാധ്യത. ഭാഗ്യദോഷം ചെറുതായിട്ട് കാണുന്നുണ്ട്. ലാഭസ്ഥാനം പൊതുവെ ക്ലിയർ ആയിട്ടാണ് കാണുന്നത്. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം കുറച്ച് ശ്രദ്ധിക്കണം. മറ്റുള്ള മേഖലയിൽ, അത് ഹൈടെക് മേഖല, മെക്കാനിക്കൽ മേഖല, അതുപോലെ വാഹന മേഖല, അങ്ങനെ വസ്ത്രമേഖല എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുഴപ്പമില്ലാത്തൊരു സമയമായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗുണമേന്മകൾ കൂടുതലും വരുവാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അന്വേഷണങ്ങൾ, അതായത് പുതിയ മേഖലകൾ കണ്ടുപിടിച്ച് പ്രവർത്തനരഹിതമാക്കുവാനും അതുപോലെ തന്നെ പുതിയ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുവാനും ഹൈടെക് സംബന്ധമായിട്ടുള്ളതും IT മേഖല സംബന്ധമായിട്ടും ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ വൻ മുന്നേറ്റങ്ങൾ കൈവരിക്കുവാൻ ഈ മാസം വളരെ അനുകൂലപരമായിരിക്കും. ഈ മാസത്തിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനലാഭത്തിന് നേട്ടം ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയമില്ല. ധനുരാശിക്കാർക്ക് 5, 6, 7, 8, 9 എന്നീ ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. ജൂൺ 5, 6, 7, 8, 9 എന്നീ ദിവസങ്ങൾ വളരെ ഗുണങ്ങളായിട്ടുള്ള ദിവസങ്ങളാണ്. അതുപോലെ തന്നെ അത് വിട്ട് കഴിഞ്ഞു പറഞ്ഞാൽ 15, 16, 17, 18, 19, 20 തീയതി വരയ്ക്കും, ജൂൺ 20 തീയതി വരയ്ക്കും അതും വളരെ ഗുണകരമായിട്ടുള്ള ഇതാണ്. ധനുരാശിയുടെ അഷ്ടമരാശിക്കൂറായിട്ട് വരുന്ന കർക്കിടക രാശി, അതായത് പോയ ആയില്യം, മകം എന്നീ നക്ഷത്രങ്ങൾ മാത്രം കുറച്ച് സൂക്ഷിക്കാനുള്ള ഒരു ഇതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് നക്ഷത്രവശാലുള്ള പരിഹാരം നടത്തണം. മൂല നക്ഷത്രക്കാർക്ക് ഗണപതി ഹോമം, പൂരാട നക്ഷത്രക്കാർക്ക് ഭഗവതിങ്കൽ ലളിത സഹസ്രനാമ അർച്ചന, ഉത്രാട നക്ഷത്രക്കാർക്കാണെങ്കിൽ ശിവനെങ്കിൽ ധാരാവിളക്ക് മാല എന്നിവയെല്ലാം നടത്തുന്നത് മൂലം കുറച്ചുകൂടി ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. നമസ്കാരം.